കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നിർത്തിവെച്ച സ്വകാര്യ ബസ് തൊഴിലാളികൾ. ജീവനക്കാരെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചാലേ സർവീസ് പുനരാരംഭിക്കുമെന്ന് തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഞ്ചേരി കോഴിക്കോട് റൂട്ടിലോടുന്ന ഫിനിക്സ് ബസ് ഡ്രൈവർ ഐക്കരപ്പടി കുറിയോടം PK അബ്ദുൾ ജലീൽ, ക്ലീനർ കൊട്ടപ്പുറം പാലപ്പറമ്പിൽ K ഷമീം എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവർ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 4:55-ന് തുറക്കലിൽ വെച്ചാണ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റത്. സംഭവത്തിന് ശേഷം കോഴിക്കോട് റൂട്ടിൽ വൈകിട്ട് ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഇന്ന് KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. ഇതോടെ യാത്രക്കാർ വലഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ബസ് നിർത്തിയില്ലെന്ന് പറഞ്ഞ മഞ്ചേരി പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ ബസിന്റെ ഗ്ലാസ് തകർത്തെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഇതിനിടെയാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. ഈ വിദ്യാർത്ഥിക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വെള്ളിയാഴ്ച ബസ് തടഞ്ഞതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. അപ്പോൾ ഈ 5 മണി സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ പോലീസുകാരുണ്ട്. ആ പോലീസുകാർ ഈ ബസ്സിൽ ഒരു 15-20 കുട്ടികളെ എന്നും അവിടെ നിന്ന് കയറ്റിട്ട് അങ്ങനെ കയറി പോകുന്ന ബസ്സിന് പിന്നീട് KR ബേക്കറി കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു പയ്യൻ ബസ്സിന്റെ മുന്നിലേക്ക് ചാടിനോട് കൂടി ഡ്രൈവർ വണ്ടി കട്ട് ചെയ്തതോടുകൂടി ഇവൻ ബസ്സിനെ അടിച്ചു. ഇങ്ങനെ അടിക്കുന്നത് കൊള്ളുന്നത് ബസ്സിന്റെ ഗ്ലാസ് പൊട്ടി ഈ വിദ്യാർത്ഥിയുടെ കയ്യിന് പരിക്കുണ്ട്. നമ്മൾ നിഷേധിക്കുന്നില്ല, ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. ബസ് പോയി. അവിടെ ചെറിയൊരു സീനുണ്ടായി. നാട്ടുകാരൊക്കെ ഇടപെട്ടു. കാരണം നാട്ടുകാർ കണ്ടു നിൽക്കുകയാണ്. കാരണം ആ ബസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബസ് ആ വിദ്യാർത്ഥിയുടെ മേളിലൂടെയാണ് കയറി ഇറങ്ങി പോവുക. അപ്പോൾ ഇതൊക്കെ മാറി. ആ സമയത്ത് നാട്ടുകാർ ഇടപെട്ടു. വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റി അവർ തമ്മിൽ ചെറിയ സീൻ അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് പോയി ബസ് പുറപ്പെടുത്ത് പോയി. പിറ്റേ ദിവസം ആഗസ്റ്റ് 15 ഒഴിവാണ്. കോളേജ് സ്ഥാപനമില്ല. പിന്നെ ഇന്നലെ വൈകിട്ട് ഇതേപോലെ തന്നെ 5 മണിക്ക് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്ന് ഈ സ്ഥലത്തെത്തി ആളെ കയറ്റി. ഇന്നലെയും പോലീസുകാരെ ഡ്യൂട്ടിയിലുണ്ട്. പോലീസുകാരനും മർദ്ദനേറ്റിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളെ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് പിടിച്ചു വയ്ക്കുന്ന സമയത്ത് പോലീസുകാർക്കും മർദ്ദനേറ്റിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ. അങ്ങനെ ഈ സ്റ്റോപ്പിൽ നിന്ന് പോലീസുകാർ ആ കുട്ടികളെ കയറ്റി വണ്ടി മിസ്സിൽ കയറ്റാൻ തുടങ്ങുന്ന സ്ഥലത്തു നിന്നാണ് വണ്ടി തടുക്കുന്നത്. വണ്ടി തടുത്ത് ഡ്രൈവർ ഡോറിന്റെ അതിലെ കയറി ഡ്രൈവറെ അടിക്കുകയാണ് കുട്ടികള്. ആ സമയത്ത് ഇവനൊന്നും ചെയ്യാൻ വയ്യ. കാരണം നമ്മൾ ക്ലച്ച് മുന്ന് കാലെടുത്താൽ കുട്ടികളെ നേരെ ബസ് കയറും, ബ്രേക്ക് മുന്ന് കാലെടുത്താൽ ബസ് ബാക്കിക്ക് ഇറങ്ങിപ്പോകും. ആ കണ്ടീഷനിൽ വന്നിട്ട് ഇവൻ അടി കൊള്ളില്ലാതെ വേറെ മാർഗമല്ല. എന്ത് ചെയ്താലും ഇവൻ ഈ കാലം കൊണ്ട് ഇവൻ എന്ത് ചെയ്താലും ആളപായം സംഭവിക്കും. ആ കണ്ടീഷൻ അടി കൊള്ളില്ലാതെ നിൽക്കുക. ആ സമയത്ത് ബസ്സിന്റെ ബാക്കി 3 സ്റ്റാഫുകൾ ഇറങ്ങി ചെന്നപ്പോൾ അവർക്ക് വെട്ടി. പിന്നെ നാട്ടുകാരും ഇവരൊക്കെ ഇറങ്ങി. അപ്പോഴാണ് പോലീസ് വരുന്നത് ഇവരെ പിടിച്ചു വെക്കാൻ. ആ സമയത്ത് പോലീസുകാരെ ഇവരെ പിടിച്ചു, ഇവരെ പിടി അടിയൊക്കെ ഉണ്ടായി. ഇതാണ് ഈ 2 ദിവസത്തിനിടയ്ക്ക് സംഭവിച്ച വിഷയം. മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സർവീസ് നടത്താൻ സാധിക്കില്ലെന്നും ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ട സ്ഥിതിയാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. നിരന്തരം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നേരിടുന്ന കാലഘട്ടം കുറെ ഞങ്ങൾ കണ്ടു. കുറെ പരാതി കൊടുക്കും. ഈ പരാതി കൊടുക്കുന്നതിനുള്ള ഒരു പ്രതികരണം ഞങ്ങൾക്കില്ല വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ ഇന്നത്തെ സംബന്ധിച്ചാൽ ആ ഡ്രൈവർ ഒരു കഴിവുകൾ മിഞ്ഞാതെ രക്ഷപ്പെട്ടു. വണ്ടി പോണ റണ്ണിങ് പോണ വണ്ടിക്ക് ആ പയ്യൻ കൈയോട് കുത്തിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടിയതുകൊണ്ട് പയ്യനെ കയ്യിലെന്താ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇന്നലെ ഇതേ സംഭവം. ഈ വണ്ടിക്ക് കോഴിക്കോട് നിന്ന് മഞ്ചേരി പാസിംഗ് ആണ്. പല സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്യുന്ന വണ്ടി കൂടി കളിച്ചു വരും. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ പറ്റും കൂടി 3:30 സ്കൂൾ ഇട്ട വിദ്യാർത്ഥികൾ കൂടെ 5-6 മണിക്കാണ്. അപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികളെ യാത്ര എന്താണെന്നുള്ള ഇതിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ശരിക്കും വെക്കേണ്ട ഇല്ലാത്ത യാത്ര എന്താണ്. ഒരു ബസ്സും വിദ്യാർത്ഥികൾ കയറാത്ത സംഭവമല്ല. ഒരു സ്റ്റോപ്പിൽ ടൈം വൈകി കഴിഞ്ഞാൽ ബാക്കിലെ വണ്ടിക്കാരൻ ആ എടുക്കാൻ സംഭവിക്കില്ല. അപ്പോൾ അവിടെ നിർത്താതെ മുന്നോട്ട് പോകും. അതുപോലെ കയറ്റാതെ പോലെ ഞങ്ങൾ സമയത്തിന് കൂടിയത് നിരത്തിൽ കംപ്ലീറ്റ് ബ്ലോക്കാണ്. കോഴിക്കോട് വിട്ട് കഴിഞ്ഞാൽ മഞ്ചേരി വരെ ബ്ലോക്കാണ്. ഈ ബ്ലോക്കൊക്കെ തന്നെ ചെയ്യുന്ന ഡ്രൈവർ കുടല് വാരി പിടിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഡ്രൈവർ സീറ്റിൽ ആരും തരണ്ട്. ഇങ്ങനെ ഞങ്ങളിത് അനുഭവസ്ഥരാണ്. നിങ്ങളെപ്പോലുള്ള ഈ നാട്ടുകാരൊക്കെ ഇത് കണ്ടറിവ് കേട്ടറിവ്. ഞങ്ങൾ ദിവസം കാണേണ്ട സംഭവം. ഒരു വിദ്യാർത്ഥി കയറി കഴിഞ്ഞാൽ സീറ്റ് പിടിക്കാണ് അടുത്ത വിദ്യാർത്ഥിക്ക് ഇരിക്കാൻ. ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ഇവരെന്ത് ഒന്ന് മാറിക്കാൻ പറഞ്ഞാൽ പിന്നെ ഇവർ കേസ് ഞങ്ങൾ പറയാൻ പറ്റാത്ത സ്ഥലത്ത് പിടിച്ചു നിന്നിട്ട് ബോക്സ് വരാണ്. ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ കഴിയില്ല തൊഴിലാളികൾക്ക്. ഞങ്ങളെ പോലെ ഞങ്ങൾ കുടുംബം പറ്റില്ല. സംഭവത്തിന് ശേഷം വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും ഇവർ പറഞ്ഞു. ബസിന്റെ ഓണാണ്. ഇയാളെ വിളിച്ചിട്ട് വളരെ അനാവശ്യ വാക്കുകൾ പറഞ്ഞു. വണ്ടി സർവീസ് നടത്തുക, നട്ടലുണ്ടോ, പിന്നെ വിളിച്ചൊക്കെ ഭാഷ മാറ്റണം. ആണെങ്കിൽ കേൾക്കാൻ കേൾപ്പിച്ചത് റെക്കോർഡുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ നടപടി ഇതിനെതിരെ ഒരു അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഈ സമരമല്ല, ഞങ്ങൾ പണിയെടുക്കുന്നില്ല.
മുതലാളിമാർ ഞങ്ങൾ ഓടാൻ ഓടാൻ തയ്യാറല്ല, വണ്ടി ഓടാൻ തയ്യാറില്ല. ഞങ്ങൾക്ക് തല്ലുകൊണ്ട് പഠിക്കാൻ പറ്റും. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അപ്പോൾ അപ്പ എല്ലാവർക്കും കുടുംബമുണ്ട്. ഞങ്ങളൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഈ തൊഴിൽ വന്നത്. അപ്പോൾ ഇന്ന് ഈ അടികിട്ടി കുറെ ഭാഗങ്ങളിൽ സദാചാര പോലീസ് ചെയ്യുന്നുണ്ട്. അവരാകരുത്. അതിന് കഴിഞ്ഞ 5-ാം തീയതി അത് മനോരമക്ക് വളരെ വ്യക്തമായിട്ട് ബസ്സുകളെ അടച്ച ആക്ഷേപിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. മനോരമ, സുപ്രഭാതം, ദേശാഭിമാനി, മാതൃഭൂമി. റണ്ണിങ്ങിൽ പോണ ബസ് സമയം വൈകിട്ട് സ്റ്റോപ്പ് കഴിച്ച് നിർത്തിയാൽ അപ്പോഴും 25ഓളം വിദ്യാർത്ഥികൾ കയറിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാർ വണ്ടി തടഞ്ഞ് ആ ഡ്രൈവറെ കയറി അടിക്കുന്നുണ്ട്. ഈ അടിക്കുന്ന സമയത്ത് ആ ഡ്രൈവറെ ആ ക്ലച്ചിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി ചാടും, അനവധി ആൾ വരും. അപ്പോഴും കേസ് നടാക്കിയാണ്. ഡ്രൈവർ ലൈസൻസ് കെട്ടാവും, അയാൾ ജയിലിൽ കിടക്കും, ഇയാളെ കുടുംബം നോക്കും. ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തൊഴിലാളികൾ ജില്ലാ പോലീസ് മേധാവിക്കും മഞ്ചേരി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.